ഹലോ, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ കാഴ്ചകളുടെ പറുദീസ ഒരുക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിലെ മനോഹരമായ ഒരു ജില്ലയാണ് വയനാട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 2 ദിവസമായിട്ട് വയനാട് ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഒരു നല്ലൊരു സ്ഥലത്തെക്കുറിച്ച് ഒരു അറിവ് കിട്ടിയപ്പം ആ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മളിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം സ്ഥലം എവിടെയാ, ഏതാ സ്ഥലം എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം. അതിനുമുമ്പ് നമ്മുടെ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ സ്ഥലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വാ. ഒരുപാട് എൻജോയ്മെന്റ്സും അടിച്ചുപൊളിക്കലും എല്ലാം നിറഞ്ഞാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടം. എന്നാൽ അതിൻ്റെ എല്ലാം ഇടയിൽ നിന്നും കുറച്ച് റിലീഫ്, കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കണം, ഒന്ന് ശാന്തമായിട്ടൊരു സ്ഥലത്ത് നിൽക്കണം, നല്ലൊരു പ്രൈവറ്റായിട്ട് നമുക്ക് കുറച്ച് ദിവസം താമസിക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്താൻ പോണ ഈ ഒരു മനോഹരമായ സ്ഥലം. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാവും, ഒരു കാടിൻ്റെ ഫീലാണ്. എന്ന് പറഞ്ഞാൽ കാട് തന്നെയാണ് സംഭവം. അപ്പം കാടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ, ഈ പക്ഷികളുടെ കളകള ചിലയ്ക്കുന്ന സ്വരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ നല്ല തണുപ്പ്, വയനാടായതുകൊണ്ട് നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് ആസ്വദിച്ച് നമുക്ക് ശാന്തമായിട്ട് കുറച്ച് ദിവസം ചിലവഴിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലം. വയനാട് ജില്ലയിലെ കാഞ്ഞിരങ്ങാടാണ് നമ്മൾ പറഞ്ഞ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്ഥലത്തിൻ്റെ പേര് പറയുവാണെങ്കിൽ യാഹ്വേ നസി എന്നാണ് കൃത്യമായിട്ടുള്ള ഒരു പേര്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യരക്ഷക സഭ വൈദികരുടെ ഒരു ആശ്രമമാണ് ഈ സ്ഥലം. അപ്പം അതുകൊണ്ട് തന്നെ തികച്ചും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ലൈഫിൽ നിന്നെല്ലാം ഒന്ന് മാറി കുറച്ച് ടെൻഷൻ ഒക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു റിലീഫ് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക്, ചേഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് മാറി നിൽക്കണം, ശാന്തമായിട്ടൊക്കെ കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം, പ്രാർത്ഥന, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്കായിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ കാടിനോട് ചേർന്ന് തന്നെ ഉള്ളത് കൊണ്ട് നല്ല ഒരു കാട്ടിൽ താമസിക്കുന്ന ഒരു അന്തരീക്ഷം, അതുപോലെ മലമുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു ലൈഫ് സ്റ്റൈലിലെ കാര്യങ്ങളെല്ലാം. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ഇവിടെ ഈ ഒരു മലയുടെ മേഖലയിൽ പ്യുവർ വെജിറ്റേറിയനാണ് ഇവിടെ താമസിക്കുന്ന എല്ലാവരും. പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം എല്ലാ രീതിയിലും കാത്തു പരിപാലിച്ചു വരുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ വയനാട് ജില്ലയിലെ കാഞ്ഞിരങ്ങാടുള്ള യാഹ്വേ നസി ആശ്രമം. ഈ കാണുന്നതാണ് അവരുടെ മെയിൻ ഗേറ്റ്. നമ്മൾ മേലത്തെ കാഴ്ച കാണാൻ വേണ്ടി അകത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇത് ഇങ്ങനെ പല ഹട്ടുകളായിട്ട് തിരിച്ചാണ് കേട്ടോ വരുന്നവർക്കുള്ള താമസ സൗകര്യം അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് നമ്മൾ യാഹ്വേ നസി നമ്മുടെ മലമുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഇതുകൊണ്ട് ഒട്ടും വെയിലും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് ഈ 2 സൈഡിലും കാണുന്നത് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഓരോ റൂംസാണ് കേട്ടോ. അതൊരു ഹട്ട് പോലെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ പ്രകൃതിയുടെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകാത്ത രീതി തന്നെ ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ച്, നല്ല ഓടിനൊക്കെ ഉണ്ട് പച്ച പെയിൻറ്റും ഓറഞ്ച് കളറ് ഷീറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സംഭവം അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
എന്തായാലും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ കാലാവസ്ഥയാണെങ്കിലും ഒട്ടും വെയിലും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും. ഇത്ര നടന്നു കയറുകൊണ്ട് തരി വേർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആദ്യം കാണാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു കുളമാണ് കേട്ടോ. അവർ നിർമ്മിച്ചൊരു കുളം തന്നെയാണ്, കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടി സിമെൻ്റൊക്കെ എടുത്ത് തേച്ച് വളരെ മനോഹരമായിട്ടൊരു കുളമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ എല്ലാവിധ ഔഷധ സസ്യങ്ങളുടെയും ഒരു കൂട്ടാണ് ഈ ജലം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു ഉറവയ്ക്കകത്തുനിന്ന് ഒരു പൈപ്പ് ഇട്ട് എടുത്തിരിക്കുന്ന വെള്ളമാണ് ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം 24 മണിക്കൂർ ഇങ്ങനെ നിറഞ്ഞ് ഓവർഫ്ലോയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എടുത്ത് കുടിക്കാം. അപ്പോൾ എന്തായാലും നല്ല ശുദ്ധമായ വെള്ളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് ഇങ്ങനെ മനോഹരമായ ഒരു കുളം, അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതിൽ ചേർന്നൊരു കുറേ വലിയ പാറക്കല്ലുകൾ, വീഡിയോയ്ക്കകത്ത് നമുക്ക് അത്ര വലിപ്പം തോന്നത്തില്ല, പക്ഷെ എന്നാൽ പോലും വലിയ പാറക്കല്ലുകളാണ് കേട്ടോ. നല്ല കാട്ടുമരങ്ങൾ, അപ്പോൾ എല്ലാം കൂടെ ആകുമ്പം അടിപൊളി സംഭവം പറയാനല്ല. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് ഒരു ചാപ്പലാണ് കേട്ടോ. അപ്പം അവർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മലമുകളിലെ ചാപ്പലാണിത്. അപ്പം വിശുദ്ധ കുർബാനയ്ക്കും ആരാധനയ്ക്കും അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനോഹരമായ ചാപ്പൽ. ഇന്നും അതിനകത്ത് കയറുന്ന പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് പഴയ ചാപ്പലാണെങ്കിൽ ഒരു പുതിയ ചാപ്പൽ നേരെ ഓപ്പോസിറ്റ് അല്ല അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ചാപ്പലിൻ്റെ ഉള്ളിൽ മനോഹരമായ ഒരു ക്രൂശിത രൂപമുണ്ട്, ഒരു തൂങ്ങപ്പെട്ട രൂപം. അതൊക്കെ നിങ്ങളെ കാണിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, സംഭവം അടിപൊളി കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇത് നല്ലൊരു അത്തിമരമാണ് കേട്ടോ. ഒരുപാട് തണലൊക്കെ സമ്മാനിക്കുന്ന മനോഹരമായ ഒരു അത്തിമരം. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരു ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഓരോരോ ഹട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഇവിടെ വരുന്നവർക്ക് തികച്ചും പ്രാർത്ഥനാന്തരീക്ഷം സമ്മാനിച്ചുകൊണ്ട് ഒരു റിസോർട്ട് മോഡലിൽ, അതായത് സ്പിരിച്വൽ റിസോർട്ട് എന്ന് തന്നെ നമുക്ക് ഈ യാഹ്വേ നെസ്സി നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഒരു റിസോർട്ടിൻ്റെതായ എല്ലാ ഒരു ഭംഗിയും ആ ഒരു വൃത്തി കാര്യങ്ങൾ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തികച്ചും ആത്മീയമായ ഒരു ചൈതന്യം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഹട്ടായിട്ട് തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ശാന്തമായിട്ട് മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാനോ, അതേ നമുക്ക് പ്രൈവറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് എപ്പോഴും നമുക്ക് ഇവിടുന്ന് സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഈ കാണുന്ന ഭാഗമുണ്ടല്ലോ, ഈ ബാക്ക് സൈഡ്, ഇത് ഫുള്ള് കാടാണ് കേട്ടോ. അപ്പം ആ കാടിൻ്റെയും ആ ഒരു നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെയും ഏറ്റവും ഒരു അതിരാണ് ആ കാണുന്ന ജണ്ട എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. ആ കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു സാധനമാണ് നമ്മുടെ കാടും നാടും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിര് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ കാണുന്ന മൊത്തവും കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളൊരു കാട് തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് ചിലപ്പോൾ മാന്, മുയൽ, അതുപോലെ അണ്ണാന്, ഇതുപോലെ സാധനങ്ങളൊക്കെ സ്ഥിരം, കുരങ്ങ്, അതൊക്കെ സ്ഥിരം ഇതിൽ ഓടിക്കളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ കണ്ട ഈ ഹട്ടുകളും കാര്യങ്ങളും അല്ലെങ്കിൽ കെട്ടിടങ്ങളും മൊത്തം ഉണ്ടല്ലോ, എന്തിനാണ് പറയുന്നത്? ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കെട്ട് പോലും കൂടി, അതായത് ഇതൊരു കരിങ്കൽ കെട്ട, ഒരുപാട് താഴെ നിന്ന് കെട്ടിക്കയറി വന്നാട്ടോ, ഒരുപാട് ആഴ്ചയുണ്ട് അവിടെ നിന്ന് കെട്ടിക്കയറി വന്നതാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പോലും ഇവരുടെ കോൺഗ്രേഷൻപ്പെട്ട ഒരു പറ്റം അച്ഛന്മാരുടെ അധ്വാനം ശരിക്കുമുള്ള ഒരു നിർമ്മാണമാണ് ഇവിടെ മൊത്തം നടന്നിരിക്കുന്നത്. അതായത് 60-70% ജോലികളെല്ലാം ഇവരുടെ കോൺഗ്രേഷൻപ്പെട്ട അച്ഛന്മാർ തന്നെയാണ് ചെയ്തത് എന്നവർ പറഞ്ഞത്. ബാക്കി പുറത്ത് നമുക്ക് മിഷണറീസ് ആവശ്യമുള്ള കാര്യങ്ങളും, അതുപോലെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, അപ്പോൾ അതിന് തേപ്പിനുള്ള ആവശ്യങ്ങൾ, ഇതൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ നമുക്ക് വരേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലും അല്ലെങ്കിൽ വെൽഡിങ് അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ, അപ്പം അങ്ങനത്തെ കേസുകളിൽ മാത്രം പുറത്തുനിന്ന് ആൾക്കാരുടെ സഹായം തരും. ബാക്കി നിർമ്മാണങ്ങൾ മൊത്തം ഇവിടെ തന്നെ ഒരുപറ്റം ആൾക്കാരാണ്, അച്ഛന്മാരാണ് ഇത് ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ മനോഹരമായ ഒരു ചാപ്പല് അവിടെയായിട്ടാണ് ചാപ്പല്. അപ്പോൾ എന്തായാലും ചാപ്പല കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ശരിക്കും പറയാൻ നല്ലൊരു അനുഭവം സമ്മാനിക്കുന്ന വളരെ മനോഹരമായൊരു സ്ഥലം തന്നെയാണ് ഈ യാഹ്വേ നെസ്സി, അതായത് ദൈവത്തിൻ്റെ പതാക എന്നറിയപ്പെടുന്ന ഈ സ്ഥലം.
ഈ കാണുന്നതാണ് നമ്മുടെ മലമുകളിലെ പാറമേൽ പണിത ദേവാലയം. വളരെ മനോഹരമായ ഒരു കൊച്ചു ദേവാലയമാണ്. അപ്പം ഇത്ര നേരം ദേവാലയത്തിനുള്ള ആരാധന, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് കഴിക്കാൻ വേണ്ടി അങ്ങ് പോയപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ വളരെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര ഉയർന്ന ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓരോ കാഴ്ചകൾ പെട്ടെന്ന് കാണാം കേട്ടോ. ബാ. ഈ കാണുന്നതാണ് മലമുകളിലെ പരിശുദ്ധമായ ദേവാലയം. വളരെ മനോഹരമായ ഒരു അൾത്താര കാണാൻ പറ്റും. അൾത്താരത്തിൽ നമുക്ക് 2 മരങ്ങൾ കാണാൻ പറ്റും. ഒന്ന് ജീവൻ്റെ വൃക്ഷവും ഒന്ന് നന്മതിന്മകളുടെ വൃക്ഷവും. അപ്പം സാധാരണ നമ്മൾ കുരിശ് കിടന്ന ഈശോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു തൂങ്ങപ്പെട്ട രൂപം എന്ന രീതിയിൽ. അപ്പം അതിൻ്റെ പിന്നിൽ ബിബ്ലിക്കലി കുറേ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. അപ്പം അതിനോട് ചേർന്ന് ഈ മരത്തിൽ നമ്മൾ കാണുന്നത് ഈ ഓരോ ബൾബ് പോലെ ഓരോ പക്ഷിക്കൂടുകൾ കാണുന്നുണ്ടാവും. ഓരോ പക്ഷിക്കൂടിൻ്റെ അതും ഓരോ ബൾബുകൾ കാണാൻ പറ്റും. അതെല്ലാം ഓരോ 12 സ്ലീഹന്മാരെ സൂചിപ്പിക്കുന്ന അങ്ങനെ ഓരോ സിമ്പിൾസാണ് അവരുടെ പ്രധാനമായിട്ടും അൾത്താരെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ദേവാലയത്തിൽ വന്നപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു സംഭവമാണ് ഈ ലൈറ്റുകൾ. വേസ്റ്റ് ആയിട്ടുള്ള സാധനത്തിൻ്റെ അതെല്ലാം നല്ല ഒരു അവർ ഒരു ബൾബൊക്കെ ഇട്ട് നല്ല മനോഹരമായ രീതിയിൽ അവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ട ചാപ്പലിലേക്ക് കയറാനുള്ള മറ്റൊരു വഴിയാണിത്. ഇത്രയും താഴ്ന്ന് കെട്ടിക്കയറി നമ്മൾ വീഡിയോ കാണുമ്പോൾ അത്ര ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഒരുപാട് താഴ്ന്ന് കെട്ടിക്കയറിയാണ് കരിങ്കല്ലിട്ട് കെട്ടിക്കയറിയാണ് അവർ അതിന് മുകളിൽ ഈ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരുപാട് കല്ലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ട്രീ ഹൗസ് മോഡലിൽ ഒരു ചെറിയൊരു ഹൗസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും വളരെ മനോഹരം. നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ കയറിയിരിക്കാനും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മാണം തന്നെയാണത്. എന്തായാലും ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരു ആദ്യമായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപാട് കൗതുകം നിറഞ്ഞ മനോഹരമായ കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും.
പ്രാർത്ഥനയ്ക്കായിട്ടോ മെഡിറ്റേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനായിട്ടോ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് വന്ന് പ്രാർത്ഥിക്കാനോ അങ്ങനെ ഒരു സ്ഥലം, നല്ല ശാന്തമായിട്ട് സ്ഥലം അന്വേഷിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ലൊക്കേഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. നമ്മുടെ മലമുകളിലുള്ള, വയനാട് ജില്ലയിലെ കാഞ്ഞിരങ്ങാട് മലമുകളിലുള്ള ഈ മനോഹരമായ യാഹ്വേ നെസ്സി ആശ്രമം നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് വളരെ മനോഹരമായ അനുഭവങ്ങളും പ്രാർത്ഥന അന്തരീക്ഷവും എല്ലാം സമ്മാനിക്കുന്ന വളരെ മനോഹരമായ സ്ഥലം. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ മാർക്ക് ചെയ്തു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.